കൊറോണ സമയത്ത് എല്ലാവരും വീടുകളിൽ അടച്ചിരുന്ന ആ ഒരു കാലത്താണ് ക്ലബ് ഹൗസ് എന്ന ആപ്പ് ഭയങ്കരമായിട്ട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവിടെ പല വിധത്തിലുള്ള ചർച്ചകളും രാവും പകലും വ്യത്യാസമില്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി നടന്ന ഒരു ചർച്ചയുടെ വിഷയം പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ഒരുപാട് പേർ പ്രേതങ്ങളില്ല എന്ന് വാദിച്ചപ്പോൾ കുറച്ച് പേർ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വെച്ച് പ്രേതങ്ങളുണ്ടെന്ന് വാദിച്ചു. ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ പ്രേതങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ആ കൂട്ടത്തിൽ കൂടുതലുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ജോസഫ് എന്ന പേരുള്ള ഒരാൾ ആ ഗ്രൂപ്പിലേക്ക് വരികയും അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അവിടെ പങ്കുവയ്ക്കുകയും ചെയ്തത്. ജോസഫ് എറണാകുളത്തുകാരനാണ്. പഠിക്കുന്ന കാലത്തൊന്നും പ്രേതത്തിലോ ആത്മാവിലോ ഒന്നും യാതൊരു വിശ്വാസവും ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ജോസഫ്. എറണാകുളത്തെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജോസഫിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു മാധവൻ. മാധവൻ്റെ വീട് ഇടുക്കിയിലെ ഏതോ ഒരു മലയോര ഗ്രാമത്തിലായിരുന്നു. 2001 ഇവർ രണ്ടുപേരും ഒന്നിച്ച് കോളേജ് പഠനം പൂർത്തിയാക്കിയത്. പഠിത്തം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട് തന്നെ തമ്മിൽ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 5 വർഷത്തോളം അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോസഫിന് മാധവനെ കാണാൻ വല്ലാത്തൊരു ആഗ്രഹം തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ കൂട്ടുകാരനെ പോയി കണ്ടാൽ അതൊരു വലിയ സർപ്രൈസ് ആകുമല്ലോ എന്ന് കരുതി ജോസഫ് ഇടുക്കിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എറണാകുളത്തെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇടുക്കിയിലെ തണുപ്പിലേക്കും ശാന്തതയിലേക്കുമുള്ള ആ യാത്ര ജോസഫിന് വല്ലാത്തൊരു സന്തോഷം നൽകിയിരുന്നു. വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന മലയോര പാതകളിലൂടെ വണ്ടി ഓടിച്ച് അവസാനം ജോസഫ് മാധവൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 5 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീട്ടുമുറ്റത്ത് വണ്ടിയിറങ്ങിയപ്പോൾ മാധവന് ശരിക്കും അത്ഭുതവും അതിലേറെ സന്തോഷവും അടക്കാനായില്ല. രണ്ടുപേരും ഒരുപാട് നേരം പഴയ കോളേജ് കാര്യങ്ങളും അന്നത്തെ തമാശകളുമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അന്ന് തിരിച്ചു പോകാനാണ് ജോസഫ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും മാധവനത് സമ്മതിച്ചില്ല. ഇത്രയും നാളുകൾക്ക് ശേഷം വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ല എന്നും 1-2 ദിവസം അവിടെ നിന്നിട്ട് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോയാൽ മതിയെന്നും മാധവൻ നിർബന്ധിച്ചു. കൂട്ടുകാരൻ്റെ സ്നേഹം കണ്ടപ്പോൾ ജോസഫിനും അത് നിരസിക്കാൻ തോന്നിയില്ല. അങ്ങനെ അന്നവിടെ തങ്ങാൻ ജോസഫ് തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ മാധവൻ്റെ പഴയൊരു മഹീന്ദ്ര ജീപ്പിൽ അവർ ഇടുക്കി കാണാൻ വേണ്ടി ഇറങ്ങി. ഒരുപാട് മലകളും കാടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ട് അവർ ആ ദിവസം ശരിക്കും ആഘോഷിച്ചു. എറണാകുളത്തിൽ ചൂടിൽ നിന്നും മാറി ഇടുക്കിയുടെ കോടമഞ്ഞും തണുത്ത കാറ്റും ജോസഫിന് വല്ലാത്തൊരു ഉന്മേഷം നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി വൈകുന്നേരമായപ്പോഴേക്കും അവർ തിരികെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാട്ടുവഴികളിലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് മാധവന് പകരം ജോസഫാണ് ജീപ്പ് ഓടിച്ചിരുന്നത്. മലയോരങ്ങളിലെ വളവുകളും തിരിവുകളും നിറഞ്ഞ റോഡിലൂടെ ജീപ്പ് ഓടിക്കാൻ ജോസഫിന് പ്രത്യേക ഒരു താല്പര്യമുണ്ടായിരുന്നു. രാത്രി ഏകദേശം 8 മണിയോടടുത്ത സമയമായിരുന്നു അത്. ചുറ്റും കനത്തയിലോട്ട് മൂടി തുടങ്ങിയിരുന്നു. കാട്ടുചീവീടുകളുടെ ശബ്ദം മാത്രമാണ് പുറത്ത് കേൾക്കാനുണ്ടായിരുന്നത്. വഴിയിലെങ്കും തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ലാത്ത തികച്ചും വിജനമായ ഒരു വഴിയായിരുന്നു അത്. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു അവർക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തിരുന്നത്. പെട്ടെന്ന് മുന്നിലൊരു ചെറിയ കവല പോലെയുള്ള സ്ഥലത്ത് അവരെത്തി. അവിടെ നിന്നും ഒരു വഴി മുകളിലേക്ക് പോകുന്നതായി ജോസഫ് കണ്ടു. അത്യാവശ്യം നല്ല കയറ്റമുള്ള ഒരു ഇടവഴിയായിരുന്നു അത്. ആ വഴിയിലൂടെ വേണോ അതോ നേരെ വേണോ പോകാൻ എന്നൊരു സംശയം വന്നതുകൊണ്ട് ജോസഫ് ജീപ്പ് പതുക്കെ അവിടെ നിർത്തി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ആ കയറ്റത്തിൻ്റെ പകുതി വരെ മാത്രമേ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അതിനു മുകളിലേക്ക് കൂരിരുട്ട് മാത്രമായിരുന്നു. എന്തോ ഒരു വല്ലാത്ത നിശബ്ദത ആ പ്രദേശത്ത് മുഴുവൻ തങ്ങി നിൽക്കുന്നത് പോലെ ജോസഫിന് തോന്നിയിരുന്നു. ജീപ്പ് നിർത്തിയതിന് ശേഷം ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് മാധവനോട് ചോദിക്കുന്നതിനിടയിലാണ് ആ കയറ്റത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും ഒരു ചെറിയ വെളിച്ചം താഴേക്ക് വരുന്നത് ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല കനത്ത ഇരുട്ടായതുകൊണ്ട് തന്നെ ആ ചെറിയ വെളിച്ചം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതൊരു മെഴുകുതിരിയുടെ വെളിച്ചമാണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. ആരോ ഒരാൾ ആ കയറ്റമിറങ്ങി താഴേക്ക് വരുന്നുണ്ട്. ആ ഇടവഴിക്ക് തീരെ വീതിയില്ലാത്തത് കൊണ്ട് തന്നെ
ആ മെഴുകുതിരിയുമായി വരുന്ന ആൾ താഴേക്ക് എത്തിയതിനു ശേഷം മാത്രം വണ്ടി മുന്നോട്ടെടുക്കാമെന്ന് കരുതി ജോസഫ് ജീപ്പിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യാതെ അവർ തന്നെ കാത്തിരുന്നു. കാറ്റിന്റെ ശല്യമുള്ളതുകൊണ്ട് വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ കൈകൊണ്ട് മറച്ചു പിടിച്ചാണ് ആ വ്യക്തി താഴേക്ക് വരുന്നതെന്ന് ആ വെളിച്ചത്തിന്റെ ചലനത്തിൽ നിന്നും അവർക്ക് മനസ്സിലായിരുന്നു. പതുക്കെ പതുക്കെ ആ വെളിച്ചം ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ പരിധിയിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ജോസഫ് ആ കാഴ്ച ശരിക്കും കണ്ടത്. അത് വളരെ പ്രായം ചെന്ന ഒരു മുത്തശ്ശിയായിരുന്നു. പണ്ടത്തെ ക്രിസ്ത്യാനി സ്ത്രീകൾ ധരിക്കുന്ന പോലെയുള്ള വെളുത്ത ചട്ടയും മുണ്ടുമായിരുന്നു അവരുടെ വേഷം. മുഖത്ത് നിറയെ ചുളിവുകൾ വീണിട്ടുണ്ടായിരുന്നു. ഒരു കൈയിൽ മെഴുകുതിരി പിടിച്ച് മറുകൈ കൊണ്ട് കാറ്റടിക്കാതിരിക്കാൻ അത് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവർ. വളരെ ശാന്തമായി താഴേക്കിറങ്ങി വരുന്ന ആ മുത്തശ്ശി ഒരിക്കൽ പോലും ജീപ്പിന്റെ നേർക്കോ അതിലിരിക്കുന്ന ഇവരുടെ നേർക്കോ നോക്കുന്നുണ്ടായിരുന്നില്ല. ജീപ്പിന്റെ ലൈറ്റ് മുഖത്തേക്കടിച്ചിട്ടും ആ മുത്തശ്ശിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അവരുടെ ആ വരവിലും നടപ്പിലുമൊക്കെ എന്തോ ഒരു വല്ലാത്ത പന്തികേടുള്ളതുപോലെ ജോസഫിന് തോന്നാതിരുന്നില്ല. ആ ഒരു വിജനമായ സ്ഥലത്ത്, അതും ഇത്രയും രാത്രിയിൽ, ഒരു പ്രായം ചെന്ന സ്ത്രീ ഒറ്റയ്ക്ക് ഒരു മെഴുകുതിരിയും പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന സംശയം ജോസഫിന്റെ മനസ്സിൽ വന്നിരുന്നു. ജോസഫ് ആ മുത്തശ്ശിയെ തന്നെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തൊട്ടടുത്തിരുന്ന മാധവന്റെ ഭാവമാറ്റങ്ങൾ ജോസഫ് ശ്രദ്ധിക്കുന്നത്. അതുവരെ വളരെ കൂളായി സംസാരിച്ചിരുന്ന മാധവൻ ആ മുത്തശ്ശിയെ കണ്ട നിമിഷം മുതൽ വല്ലാതെ വിയർക്കാൻ തുടങ്ങിയിരുന്നു. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചു വന്നു. ശ്വാസമെടുക്കാൻ പോലും അവൻ ബുദ്ധിമുട്ടുന്നത് പോലെ ജോസഫിന് തോന്നി. ആ മുത്തശ്ശി ജീപ്പിന്റെ തൊട്ടടുത്തേക്ക് എത്താറായപ്പോൾ മാധവൻ വല്ലാത്തൊരു വെപ്രാളത്തോടെ പെട്ടെന്ന് വണ്ടി തിരിച്ച് അവിടെ നിന്നും പോകാൻ ജോസഫിനോട് ആംഗ്യം കാണിച്ചു. ജോസഫിന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തിനാണിപ്പോൾ വണ്ടി തിരിക്കുന്നത്? ഈ വഴിയിലൂടെ തന്നെയല്ലേ പോകേണ്ടത് എന്നൊക്കെ ജോസഫ് ആംഗ്യത്തിലൂടെ തന്നെ തിരിച്ചും ചോദിച്ചെങ്കിലും മാധവൻ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടുക എന്ന് മാത്രമായിരുന്നു മാധവന്റെ ഉദ്ദേശം. വല്ലാത്തൊരു പേടിയോടെ അവൻ വീണ്ടും വീണ്ടും വണ്ടി പുറകോട്ടെടുത്ത് തിരിക്കാൻ ജോസഫിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. മാധവന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ജോസഫിനും വല്ലാത്തൊരു പേടി തോന്നി തുടങ്ങിയിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ജോസഫ് വേഗം തന്നെ ജീപ്പ് പുറകോട്ടെടുത്ത് ആ ചെറിയ റോഡിൽ വെച്ച് തന്നെ വളരെ പാടുപെട്ട് വണ്ടി തിരിച്ചു. വണ്ടി തിരിച്ച ഉടനെ തന്നെ ആക്സിലേറ്ററിൽ ആഞ്ഞമർത്തിക്കൊണ്ട് ജോസഫ് ജീപ്പ് മുന്നോട്ട് കുതിപ്പിച്ചു. ആ സമയത്തും പുറകിലെ ഇരുട്ടിലൂടെ ആ മുത്തശ്ശി ആ മെഴുകുതിരിയും പിടിച്ച് താഴേക്കിറങ്ങി വരുന്നത് സൈഡ് മിററിലൂടെ ജോസഫ് കാണുന്നുണ്ടായിരുന്നു. വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ജോസഫിൻ്റെ ഉള്ളിലെ പേടിയും കൂടി. മാധവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്നറിയാൻ ജോസഫിന് വല്ലാത്ത ആകാംക്ഷ ഉണ്ടായിരുന്നു. ജീപ്പ് ആ കവലയിൽ നിന്നും ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു. ജോസഫ് ഇടയ്ക്കിടെ മാധവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മാധവൻ അപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. അവൻ സീറ്റിലേക്ക് വല്ലാതെ ഒതുങ്ങിയിരുന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജോസഫ് പലവട്ടം എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും മാധവൻ യാതൊരു മറുപടിയും കൊടുത്തിരുന്നില്ല. അവൻ്റെ നോട്ടം മുഴുവൻ മുന്നിലെ ഇരുട്ടിലേക്ക് മാത്രമായിരുന്നു. വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയതും അതുവരെ വളരെ ശാന്തമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് മാറിമറിയാൻ തുടങ്ങി. എവിടെ നിന്നോ വല്ലാത്തൊരു കാറ്റ് വീശാൻ ആരംഭിച്ചു. കാട്ടിനുള്ളിലെ മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ വലിയ തുള്ളികളോടെ മഴ പെയ്യാനും തുടങ്ങി. ഇടുക്കിയിലെ മഴയായതുകൊണ്ട് തന്നെ നിമിഷനേരം കൊണ്ട് അതൊരു വലിയ പേമാരിയായി മാറി. ജീപ്പിന്റെ വൈപ്പറുകൾ പരമാവധി വേഗത്തിൽ പ്രവർത്തിച്ചിട്ടും മുന്നിലെ വഴി കാണാൻ പറ്റാത്ത അത്രയും കനത്ത മഴയായിരുന്നു അത്. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ കാട്ടിനുള്ളിലെ കാഴ്ചകൾ കൂടുതൽ ഭയാനകമായി തോന്നിയിരുന്നു. കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദത്തിനൊപ്പം ജീപ്പിന്റെ എഞ്ചിൻ ശബ്ദവും കൂടിയായപ്പോൾ ആകെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവിടെ. ആ മഴയിലും കാറ്റിലും മാധവൻ കൂടുതൽ ഭയപ്പെടുന്നത് പോലെ ജോസഫിന് തോന്നി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നത് മാത്രമായിരുന്നു മാധവന്റെ ചിന്ത. അവനിടയ്ക്കിടെ ജോസഫിനോട് വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപകടം പിടിച്ച ആ മലയോര റോഡിലൂടെ ആ മഴയത്ത് അത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നിട്ടും മാധവന്റെ പേടി കണ്ട് ജോസഫ് വണ്ടി പരമാവധി വേഗത്തിൽ തന്നെ ഓടിച്ചു. ഓരോ വളവുകളെത്തുമ്പോഴും മാധവൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൈകൊണ്ട് ആംഗ്യത്തിലൂടെ ജോസഫിനെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുവിധം അവർ മാധവന്റെ വീട്ടിലെത്തിച്ചേർന്നു. മുറ്റത്ത് വണ്ടി നിർത്തിയ ഉടനെ തന്നെ മഴ പോലും വകവയ്ക്കാതെ മാധവൻ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി വീടിനുള്ളിലേക്ക് ഓടി. ജോസഫ് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് താക്കോലും എടുത്ത് പതുക്കെയാണ് വീടിനുള്ളിലേക്ക് കയറിയത്. അകത്ത് കയറിയ ജോസഫ് കണ്ടത്
മാധവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിൽ അകത്തു നിന്നും കുറ്റിയിടുന്നതാണ്. മാധവൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും കണ്ട് യാതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവർ ജോസഫിനോട് എന്താണ് സംഭവിച്ചതെന്നും മോനെന്താ ഇങ്ങനെ ഓടിപ്പോയി വാതിലടച്ചതെന്നും ചോദിച്ചെങ്കിലും തനിക്കുമൊന്നും അറിയില്ല എന്നായിരുന്നു ജോസഫിൻ്റെ മറുപടി. വഴിയിൽ വെച്ച് കണ്ട കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞാൽ അവർ കൂടുതൽ പേടിക്കുമെന്ന് കരുതി ജോസഫ് അതൊന്നും അവിടെ പറയാൻ നിന്നില്ല. നനഞ്ഞ തുണികളൊക്കെ മാറി ജോസഫ് അവനു വേണ്ടി തയ്യാറാക്കിയിരുന്ന അതിഥി മുറിയിലേക്ക് പോയി. അന്ന് രാത്രി മുഴുവൻ ജോസഫിന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പുറത്തു നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ച് കണ്ട ആ മുത്തശ്ശിയുടെ മുഖം ജോസഫിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. മാധവൻ എന്തിനാണ് ആ മുത്തശ്ശിയെ കണ്ട് അത്രമാത്രം ഭയപ്പെട്ടതെന്ന ചിന്തയായിരുന്നു ജോസഫിനെ കൂടുതൽ അലട്ടിയിരുന്നത്. അതൊരു സാധാരണ മുത്തശ്ശിയായിരുന്നെങ്കിൽ മാധവൻ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല എന്ന് ജോസഫിന് ഉറപ്പായിരുന്നു. ഇനി അതല്ല, അതൊരു യഥാർത്ഥ മനുഷ്യനല്ലായിരുന്നോ എന്നൊരു തോന്നലും ജോസഫിൻ്റെ മനസ്സിൽ പതിയെ ജനിക്കാൻ തുടങ്ങിയിരുന്നു. താൻ ഒരിക്കലും വിശ്വസിക്കാത്ത പ്രേതങ്ങളോ ആത്മാക്കളോ ഒക്കെ സത്യത്തിൽ ഉണ്ടോ എന്നൊക്കെയുള്ള പലവിധ ചിന്തകളിൽ മുഴുകി ആ രാത്രി മുഴുവൻ ജോസഫ് ആ മുറിയിൽ ചിലവഴിച്ചു. നേരം വെളുക്കുന്നതുവരെ ജോസഫ് ആ മുറിയിലെ ലൈറ്റ് പോലും അണച്ചിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മഴയൊക്കെ മാറി അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിരുന്നു. ജോസഫ് അപ്പോഴും ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആരോ വന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ജോസഫ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ അത് മാധവനായിരുന്നു. തലേ ദിവസത്തെ ആ ഭയം മാധവൻ്റെ മുഖത്ത് നിന്ന് അപ്പോഴും പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് അവൻ്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. ജോസഫ് വീണ്ടും ഇന്നലത്തെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും മാധവൻ അവനെ തടഞ്ഞു. വേഗം റെഡിയായി വരാനും തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് വരാമെന്നും മാധവൻ ജോസഫിനോട് പറഞ്ഞു. അങ്ങനെ ഇരുവരും റെഡിയായി വീട്ടിൽ നിന്നും ഇറങ്ങി. മാധവൻ്റെ വീടിൻ്റെ കുറച്ചകലെയായുള്ള ഒരു വീട്ടിലേക്കാണ് അവർ പോയത്. അത് മാധവൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായ ക്രിസ്റ്റിയുടെ വീടായിരുന്നു. അവരെ കണ്ടതും ക്രിസ്റ്റി വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ച് അകത്തേക്കിരുത്തി. ജോസഫിനെ ക്രിസ്റ്റിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ക്രിസ്റ്റി ക്ഷണിച്ചത് പ്രകാരം അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹാളിൽ വീണ്ടും വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മാധവൻ വളരെ പതുക്കെ ക്രിസ്റ്റി കാണാതെ ജോസഫിനെ തട്ടി വിളിച്ചു. ജോസഫ് നോക്കിയപ്പോൾ മാധവൻ ആ വീടിൻ്റെ ഹാളിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. ജോസഫ് വളരെ ആകാംക്ഷയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. ആ ഫോട്ടോ കണ്ടതും ജോസഫിൻ്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ അവന് തോന്നി. കാരണം തലേ ദിവസം രാത്രി ആ കൊടുങ്കാട്ടിലെ വഴിയിൽ വെച്ച് ഒരു മെഴുകുതിരിയും പിടിച്ച് കയറ്റമിറങ്ങി വന്ന അതേ മുത്തശ്ശിയുടെ ഫോട്ടോയായിരുന്നു ആ ചുമരിൽ തൂക്കിയിട്ടിരുന്നത്. ആ ഫോട്ടോയിലൊരു മാലയും ചാർത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും ജോസഫിൻ്റെ തൊണ്ട വരണ്ടു പോയി. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൻ മാധവനെ നോക്കിയപ്പോൾ മാധവൻ അപ്പോഴും ഒന്നും മിണ്ടരുത് എന്ന് തന്നെ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ആ ഫോട്ടോയിൽ കാണുന്ന മുത്തശ്ശി ക്രിസ്റ്റിയുടെ അമ്മമ്മയാണെന്നും അവർ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി എന്നും ജോസഫ് മനസ്സിലാക്കിയത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ജോസഫിൻ്റെ ഉള്ളിലെ സകല വിശ്വാസങ്ങളും തകർന്നടിയുകയായിരുന്നു. മരിച്ചിട്ട് 2 വർഷമായ ഒരു സ്ത്രീയെയാണ് തങ്ങൾ ഇന്നലെ രാത്രി ആ വിജനമായ വഴിയിൽ വെച്ച് കണ്ടതെന്ന സത്യം ഉൾക്കൊള്ളാൻ ജോസഫിന് കഴിയുന്നുണ്ടായിരുന്നില്ല. മാധവൻ ഇന്നലെ അത്രമാത്രം ഭയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ജോസഫിനപ്പോൾ കൃത്യമായി മനസ്സിലായി. ആ മുത്തശ്ശി മരിച്ച കാര്യം മാധവന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെ അവിടെ വെച്ച് കണ്ടപ്പോൾ മാധവൻ അത്രമാത്രം ഭയന്ന് വിറച്ചത്. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ ജോസഫിന് പിന്നീട് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല. എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണെന്നും ശാസ്ത്രത്തിനപ്പുറം പല കാര്യങ്ങളും ഈ ലോകത്തുണ്ടെന്നും ജോസഫിന് മനസ്സിലായി. മാധവനോട് വേഗം തന്നെ യാത്ര പറഞ്ഞ് ജോസഫ് തൻ്റെ വണ്ടിയിൽ എറണാകുളത്തേക്ക് തിരിച്ചു. തിരികെയുള്ള ആ യാത്രയിൽ ജോസഫിൻ്റെ മനസ്സിൽ ആ മുത്തശ്ശിയുടെ മുഖം മാത്രമായിരുന്നു. ആ മെഴുകുതിരി വെളിച്ചവും ആ ശാന്തമായ മുഖവും ജോസഫിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയിട്ടും ഒരുപാട് കാലം ഈ ഒരു അനുഭവം ജോസഫിൻ്റെ മനസ്സിൽ ഒരു വലിയ പേടിയായി തന്നെ നിലനിന്നിരുന്നു. ക്ലബ് ഹൗസിലെ ആ ചർച്ചയിൽ ജോസഫ് ഈ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ അതുവരെ പ്രേതങ്ങളില്ല എന്ന് വാദിച്ച പലർക്കും അതൊരു വലിയ സത്യമാണെന്ന് തോന്നിപ്പോയിരുന്നു. അന്നത്തെ ദിവസം
പണി കഴിഞ്ഞ് ഇറങ്ങാൻ കുറച്ച് വൈകിയിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് അന്ന് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. സമയം ഏകദേശം രാത്രി 10 മണിയോട് അടുത്തിട്ടുണ്ടാകും. നല്ല ഇരുട്ടുള്ള സമയമായിരുന്നു അത്. പകൽ മുഴുവൻ പണിയെടുത്തതിൻ്റെ നല്ല ക്ഷീണം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വീട്ടിലെത്തി കിടന്നുറങ്ങിയാൽ മതിയെന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴിയിലൊരു അമ്പലത്തിൻ്റെ അടുത്തുള്ള കവലയിലെത്തിയത്. അവിടെ നിന്നും നേരെ പോയാൽ മെയിൻ റോഡാണ്. എന്നാൽ വലത്തോട്ട് തിരിഞ്ഞാലൊരു ചെറിയ ഇടവഴിയുണ്ട്. ആ വഴി പോയാൽ ചുരുങ്ങിയത് ഒരു 2 കിലോമീറ്ററെങ്കിലും ലാഭിക്കാൻ കഴിയും. പെട്ടെന്ന് വീട്ടിലെത്താമല്ലോ എന്ന് കരുതി ഞാൻ വണ്ടി ആ ഇടവഴിയിലേക്ക് തിരിക്കാൻ നോക്കി. ആ വഴിയുടെ ഒരു വശത്ത് വലിയൊരു പഴയ അമ്പലവും മറുഭാഗത്ത് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വലിയൊരു റബ്ബർ തോട്ടവുമാണ്. പകൽ സമയത്ത് പോലും ആ വഴിയിലൂടെ പോകാൻ ആളുകൾക്ക് പൊതുവെ ഒരു മടിയാണ്. ഇരുവശത്തും വലിയ മരങ്ങളും റബ്ബറും ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു മൂടിയ അന്തരീക്ഷമായിരിക്കും അവിടെ. രാത്രിയായാൽ പിന്നെ പറയുകയും വേണ്ട. ആ വഴിയിൽ തിരുവിളക്കുകൾ ഒന്നുമില്ലാത്തത് കൊണ്ട് കൂരിരുട്ടായിരിക്കും. ഞാൻ വണ്ടി ആ ഷോർട്ട് കട്ടിലേക്ക് തിരിക്കാൻ നോക്കിയതും എൻ്റെ പിന്നിലിരുന്ന കൂട്ടുകാരൻ വല്ലാതെ പരിഭ്രമിക്കാൻ തുടങ്ങി. അവനെൻ്റെ തോളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആ വഴിയിലൂടെ പോകാൻ പാടില്ലെന്നും നമുക്ക് എത്ര കറങ്ങിയിട്ടാണെങ്കിലും മെയിൻ റോഡിലൂടെ തന്നെ പോയാൽ മതിയെന്നും വലിയ നിർബന്ധം പിടിച്ചു. എന്തിനാണ് വെറുതെ അത്രയും ചുറ്റിക്കറങ്ങി പോകുന്നത്? ഈ വഴി പോയാൽ 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താമല്ലോ എന്ന് ഞാൻ അവരോട് തർക്കിച്ചു. പണിയുടെ ക്ഷീണം കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നെ നല്ല മടിയുണ്ടായിരുന്നു. എന്നാൽ അവരെൻ്റെ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ആ വഴിയിലൂടെ പോകാൻ അവൻ ഒട്ടും സമ്മതിച്ചില്ല. അവന് വല്ലാത്തൊരു ഭയമുള്ളതുപോലെ എനിക്ക് തോന്നി. വണ്ടി തിരിച്ച് മെയിൻ റോഡിൽ കയറ്റാതെ അവൻ എന്നെ വിടില്ല എന്ന അവസ്ഥ വന്നപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാതെയായി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ വണ്ടി തിരിച്ച് ആ വലിയ മെയിൻ റോഡിലൂടെ തന്നെ ഓടിച്ചു. അത്രയും ദൂരം കറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ വല്ലാതെ തളർന്നിരുന്നു. അവൻ എന്തിനാണ് അത്രയും ഭയന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായിരുന്നില്ല. ഇരുട്ടിൻ്റെ പേടിയാകുമെന്നാണ് ഞാൻ കരുതിയത്. പിറ്റേ ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും പണിയില്ലാത്ത ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി നിന്നു. നല്ല ചായയെ കുടിച്ച് നാട്ടുവിശേഷങ്ങളും പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് തലേദിവസം രാത്രിയിലെ ആ സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഞാൻ അവനോട് ഇന്നലെ രാത്രി എന്തിനാണ് ആ ഇടവഴിയിലൂടെ വരാൻ സമ്മതിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അത്രയും എളുപ്പമുള്ള വഴിയുണ്ടായിട്ടും എന്നെ കൊണ്ട് അത്രയും ദൂരം കറക്കിച്ചതിന് അവനോട് എനിക്ക് ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. എൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം ആകെ മാറി. കയ്യിലിരുന്ന ചായ ഗ്ലാസ് താഴെ വെച്ചതിന് ശേഷം അവൻ വളരെ ഗൗരവത്തിൽ എന്നെ നോക്കി. ആ വഴിയിലൂടെ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്നും അതിനു പിന്നിൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാരണമുണ്ടെന്നും അവൻ പറയാൻ തുടങ്ങി. അവൻ വെറുതെ എന്നെ പേടിപ്പിക്കാൻ പറയുകയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ അവൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ എൻ്റെയും നെഞ്ചെടുപ്പ് കൂടി. അതായത് അവൻ തീരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവൻ്റെ അമ്മാവനും അമ്മായിക്കും ആ റബ്ബർ തോട്ടത്തിൽ വെച്ച് വളരെ ഭയാനകമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം ആ നാട്ടുകാർ തന്നെ ആ വഴിയിലൂടെ രാത്രി യാത്ര ചെയ്യുന്നത് കുറച്ചിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മാവനും അമ്മായിയും പണ്ട് താമസിച്ചിരുന്നത് നമ്മൾ ഇന്നലെ കണ്ട ആ റബ്ബർ തോട്ടത്തിൻ്റെ ഒരരികിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവരുടേത്. ആ വലിയ റബ്ബർ തോട്ടത്തിലെ റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു അമ്മാവൻ്റെ പ്രധാന ജോലി. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. അത് രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുന്നതായിരുന്നു അമ്മാവൻ്റെ പതിവ്. ആ റബ്ബർ തോട്ടം വളരെ വലുതായിരുന്നു. മാത്രമല്ല പകൽ സമയത്ത് പോലും സൂര്യപ്രകാശം അധികം താഴേക്ക് പതിക്കാത്ത വിധം റബ്ബർ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. അമ്മാവൻ്റെയും അമ്മാവുടെയും വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അന്നമ്മായി ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു. ഗർഭിണിയായതുകൊണ്ട് തന്നെ അമ്മായിക്ക് ഒരുപാട് അസ്വസ്ഥതകളും ക്ഷീണവും ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ ആ വീടിൻ്റെ പരിസരം വളരെ നിശബ്ദവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു ദിവസം വന്നെത്തുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് അമ്മാവനും അമ്മായിയും ആ നാട് തന്നെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചത്. ആ റബ്ബർ തോട്ടത്തിൽ വെച്ച് അവർക്ക് നേരിടേണ്ടി വന്നത് ഒരു സാധാരണ മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ ചില കാര്യങ്ങളായിരുന്നു.
അമ്മായി ഗർഭിണിയായി 7-8 മാസം പിന്നിട്ട ഒരു സമയമായിരുന്നു അത്. പതിവ് പോലെ ഒരു ദിവസം അതിരാവിലെ അമ്മാവൻ റബ്ബർ ടാപ്പിങ്ങിനായി പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. വെളുപ്പാങ്കാലത്ത് ഏകദേശം ഒരു 3:30-4 മണിയായിട്ടുണ്ടാകും. പുറത്ത് കടുത്തയിരുട്ടും നല്ല തണുപ്പുമുള്ള സമയമായിരുന്നു അത്. സാധാരണഗതിയിൽ അമ്മാവൻ ഒറ്റയ്ക്കാണ് ടാപ്പിങ്ങിന് പോകാറുള്ളത്. എന്നാൽ ആ ദിവസം എന്തു പറ്റിയെന്നറിയില്ല. അമ്മാവൻ ഇറങ്ങാൻ നേരം അമ്മായിക്ക് വല്ലാത്തൊരു പേടിയും അസ്വസ്ഥതയും തോന്നി. വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലെന്നും വല്ലാത്തൊരു ഭയം മനസ്സിൽ തോന്നുന്നുണ്ടെന്നും അമ്മായി അമ്മാവനോട് പറഞ്ഞു. താനും കൂടി ടാപ്പിങ്ങിന് വന്നോട്ടെ എന്ന് അമ്മായി ചോദിച്ചപ്പോൾ അമ്മാവൻ ആദ്യം സമ്മതിച്ചില്ല. ഗർഭിണിയായ അവസ്ഥയിൽ ആ തണുപ്പത്ത് റബ്ബർ തോട്ടത്തിലൂടെ നടക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് അമ്മാവൻ വിലക്കിയത്. എന്നാൽ അമ്മായി വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അമ്മാവന് സമ്മതിക്കേണ്ടി വന്നു. രണ്ടുപേരും ഒന്നിച്ചാണെങ്കിലൊരു ധൈര്യമുണ്ടാകുമല്ലോ. തന്നെയുമല്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പണിയെടുക്കേണ്ട സ്ഥലവും. അത് കരുതി അമ്മാവൻ അമ്മായിയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. കയ്യിലൊരു ചെറിയ ടോർച്ചും പിടിച്ച് അമ്മാവൻ മുന്നിലും തൊട്ടു പിന്നിലായി അമ്മായിയും ആ വലിയ റബ്ബർ തോട്ടത്തിലേക്ക് നടന്നു കയറി. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങളോ ചന്ദ്രനോ ഒന്നുമില്ലാത്ത കറുത്തിനുണ്ട ഒരു രാത്രി. റബ്ബർ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ തണുത്ത കാറ്റ് വീശുമ്പോഴുണ്ടാകുന്ന ഒരു മൂളൽ ശബ്ദമല്ലാതെ വേറെ ഒരു ശബ്ദവും അവിടെ കേൾക്കാനില്ലായിരുന്നു. സൂര്യൻ്റെ ഒരു ചെറിയ വെളിച്ചം പോലും ആ തോട്ടത്തിൽ പതിക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ടായിരുന്നു. നിലത്ത് നിറയെ കരിയിലകൾ വീണുകിടപ്പുണ്ടായിരുന്നു. അവർ നടക്കുമ്പോൾ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വളരെ ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ അമ്മാവൻ റബ്ബർ വെട്ടാൻ തുടങ്ങി. അമ്മായി ഒരു മരത്തിൻ്റെ ചുവട്ടിലായി അമ്മാവൻ പണിയെടുക്കുന്നത് നോക്കി നിന്നു. റബ്ബർ വെട്ടുന്ന കത്തി മരത്തിലുരിയുന്ന ശബ്ദവും പാല് വീഴുന്ന ശബ്ദവും മാത്രം ആ ഇരുട്ടിൽ കേൾക്കാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുതലാണ് അമ്മായിക്ക് ചില അസാധാരണമായ കാര്യങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങിയത്. ആദ്യം അമ്മായിക്ക് തോന്നിയത് വളരെ നേരിയ ഒരു കാൽപെരുമാറ്റമാണ്. ആരോ തന്നെ തൊട്ടുപിന്നിലൂടെ വളരെ പതുക്കെ നടന്നു നീങ്ങുന്നത് പോലെ അമ്മായിക്ക് തോന്നി. നിലത്തെ കരിയിലകളിൽ ആരോ ചവിട്ടുന്നതിൻ്റെ വളരെ ചെറിയൊരു ശബ്ദം. അമ്മായി ഞെട്ടിത്തിരികെ നോക്കിയെങ്കിലും അവിടെ ചുറ്റും കൂരിരുട്ട് മാത്രമായിരുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം അമ്മാവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട് അമ്മായിക്ക് വ്യക്തമായൊന്നും കാണാനും കഴിഞ്ഞിരുന്നില്ല. വെറുതെ തോന്നിയതാകുമെന്ന് കരുതി അമ്മായി വീണ്ടും അമ്മാവനെ നോക്കി നിന്നു. എന്നാൽ നിമിഷങ്ങൾ കഴിയും തോറും അമ്മായിയുടെ ഭയം കൂടി വന്നു. വീണ്ടും അതേ കാൽപെരുമാറ്റം. ഇത്തവണ അത് കുറച്ചുകൂടി അടുത്തായിരുന്നു. ആരോ തൻ്റെ തൊട്ടു പിന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ അമ്മായിക്ക് വല്ലാതെ തോന്നി തുടങ്ങി. ആരുടെയോ തണുത്ത ശ്വാസം തൻ്റെ കഴുത്തിന് പിന്നിൽ തട്ടുന്നത് പോലെ അമ്മായിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ ശ്വാസമല്ല, മറിച്ച് ഐസ് പോലെ തണുത്ത ഒരു കാറ്റ് കഴുത്തിലേക്ക് ഓതുന്നത് പോലെ അമ്മായിയുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. പേടി കാരണം വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരാത്ത ഒരവസ്ഥയിലേക്ക് അമ്മായി മാറി. ഒരുവിധം ധൈര്യം സംഭരിച്ച് അമ്മായി ഈ കാര്യങ്ങൾ അമ്മാവനോട് പറഞ്ഞു. തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നും വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്നും അമ്മായി പറഞ്ഞപ്പോൾ അമ്മാവൻ ടാപ്പിംഗ് നിർത്തി തിരികെ നോക്കി. അമ്മാവൻ ടോർച്ചടിച്ച് ചുറ്റും നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാൻ കഴിയില്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉറക്കം വിളിച്ച് വന്നതുകൊണ്ടും ആ തോട്ടത്തിലെ തണുപ്പ് കാരണവും അമ്മായിക്ക് വെറുതെ തോന്നുന്നതാകുമെന്നാണ് അമ്മാവൻ കരുതിയത്. പേടിക്കാനൊന്നുമില്ലെന്നും താൻ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് അമ്മാവൻ അമ്മായിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അമ്മാവൻ വീണ്ടും തൻ്റെ പണി തുടരാൻ തുടങ്ങി. എന്നാൽ അമ്മാവൻ തിരികെ നിന്ന് പണി തുടങ്ങിയ അടുത്ത നിമിഷം തന്നെ അമ്മായിക്ക് വീണ്ടും ആ സാന്നിധ്യം അനുഭവപ്പെട്ടു തുടങ്ങി. ഇത്തവണ അത് വെറുമൊരു തോന്നലായിരുന്നില്ല. വളരെ വ്യക്തമായി ഒരു സ്ത്രീയുടെ രൂപം തൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്നത് പോലെ അമ്മായിക്ക് തോന്നി. ആ രൂപം അമ്മായിയെ തന്നെ ഉറ്റുനോക്കുന്നത് പോലെയും അമ്മായിയുടെ വയറ്റിലേക്ക് നോക്കി വല്ലാതെ ദീർഘനിശ്വാസം വിടുന്നത് പോലെയും അമ്മായിക്ക് അനുഭവപ്പെട്ടു. ആ നിമിഷം അമ്മായിക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത വിധം കാലുകൾ കുഴയാൻ തുടങ്ങി. അമ്മായി ഭയം കാരണം കരയാൻ തുടങ്ങിയപ്പോഴാണ് അമ്മാവൻ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. അമ്മാവൻ വേഗം അമ്മായിയുടെ അടുത്തേക്ക് വന്ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അമ്മായിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അമ്മാവൻ അമ്മായിയെ ചേർത്ത് പിടിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ അവരവിടെ നിന്നും തിരികെ നടക്കാൻ തുടങ്ങിയ ആ നിമിഷം അമ്മാവനും ആ അസാധാരണമായ സാന്നിധ്യം അനുഭവപ്പെട്ടു തുടങ്ങി. അവരുടെ തൊട്ടു പിന്നിലായി വളരെ വ്യക്തമായി ആരോ നടന്നു വരുന്ന കാൽപെരുമാറ്റം അമ്മാവനും കേട്ടു. വെറുമൊരു കാൽപെരുമാറ്റമായിരുന്നില്ല അത്. കരിയിലകൾക്ക് മുകളിലൂടെ വളരെ ഭാരമുള്ള
ആരോ ചവിട്ടി മെതിച്ചു കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു ശബ്ദം. അമ്മാവൻ പെട്ടെന്ന് തിരികെ നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. അവർ നിൽക്കുമ്പോൾ ആ ശബ്ദവും നിൽക്കും. അവർ നടക്കുമ്പോൾ അത് വീണ്ടും കേൾക്കാം. അതോടുകൂടി അമ്മായി പറഞ്ഞതൊന്നും വെറും തോന്നലല്ല എന്നും അദൃശ്യമായ എന്തോ ഒന്ന് തങ്ങളെ പിന്തുടരുന്നുണ്ടെന്നും അമ്മാവനും പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ആ നിമിഷം ആ റബ്ബർ തോട്ടത്തിലെ അന്തരീക്ഷം ആകെ മാറിയതുപോലെ അമ്മാവന് തോന്നി. അതുവരെ ഇല്ലാതിരുന്ന വലിയൊരു മരവിപ്പിക്കുന്ന തണുപ്പ് അവിടെയാകെ പടർന്നു. റബ്ബർ മരങ്ങളിൽ നിന്നും വീഴുന്ന പാലിൻ്റെ മണത്തിന് പകരം എന്തോ അഴുകിയതുപോലെയുള്ള വല്ലാത്തൊരു ദുർഗന്ധം ആ കാറ്റിൽ കലർന്നിരുന്നു. അമ്മാവൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് പോലെ തോന്നി. ഇരുട്ടിൽ അവർക്ക് ചുറ്റുമായി എന്തൊക്കെയോ അനങ്ങുന്നത് പോലെയും ആരോ അവരെ വട്ടം ചുറ്റി നടക്കുന്നത് പോലെയും അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് അമ്മാവൻ്റെ മനസ്സിലേക്ക് തൻ്റെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഓടിയെത്തിയത്. ഗർഭിണികളായ സ്ത്രീകൾ രാത്രി സമയങ്ങളിലോ അതിരാവിലെയോ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു. അതിൻ്റെ കാരണവും മുത്തശ്ശൻ വിശദീകരിച്ചിരുന്നു. ഗർഭം ധരിക്കാൻ കഴിയാതെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മരിച്ചു പോവുകയോ ചെയ്ത സ്ത്രീകളുടെ ആത്മാക്കൾക്ക് ഗർഭിണികളായ സ്ത്രീകളോട് വല്ലാത്തൊരു അസൂയയും ദേഷ്യവും ഉണ്ടായിരിക്കുമത്രേ. അത്തരം ആത്മാക്കൾ എപ്പോഴും ഗർഭിണികളെ ഉപദ്രവിക്കാൻ തക്കം പാർത്ത് നടക്കുമെന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നു. ഈ റബ്ബർ തോട്ടത്തിലും അതുപോലെയുള്ള എന്തോ ഒരു ആത്മാവാണ് തങ്ങളെ ഇപ്പോൾ പിന്തുടരുന്നതെന്ന് അമ്മാവന് ഉറപ്പായി. അമ്മാവയുടെ ഗർഭാവസ്ഥയാണ് ആ ആത്മാവിനെ അങ്ങോട്ടേക്ക് ആകർഷിച്ചതെന്ന് അമ്മാവൻ മനസ്സിലാക്കി. മുത്തശ്ശൻ ഇത്തരം ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില നാടൻ വഴികളും അമ്മാവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം ആത്മാക്കൾ അടുത്തു വരുമ്പോൾ പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല എന്നും അവരെ ഉച്ചത്തിൽ തെറി വിളിക്കുകയാണ് വേണ്ടതെന്നുമാണ് മുത്തശ്ശൻ പറഞ്ഞിരുന്നത്. തെറി കേൾക്കുമ്പോൾ ഇത്തരം ശക്തികൾക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള കരുത്ത് കുറയുമത്രേ. മറ്റൊന്ന്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മണ്ണിൽ മൂത്രമൊഴിച്ചതിന് ശേഷം ആ നനഞ്ഞ മണ്ണ് വാരി ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് എറിയുക എന്നതാണ്. അത് ദുഷ്ടശക്തികളെ അകറ്റാനുള്ള ഒരു പഴയകാല പ്രയോഗമാണ്. ഭയം കാരണം വിറച്ചു നിൽക്കുന്ന അമ്മായിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മാവൻ മുത്തശ്ശൻ പറഞ്ഞ ആ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അവർക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ആ റബ്ബർ തോട്ടത്തിൽ നിന്നും എത്രയും വേഗം പുറത്തു കടന്നില്ലെങ്കിൽ തങ്ങളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാകുമെന്ന് അമ്മാവൻ ഉറപ്പിച്ചു. അമ്മാവൻ തൻ്റെ സർവ്വധൈര്യവും സംഭരിച്ച് ആ ഇരുട്ടിലേക്ക് നോക്കി ആ പഴയ പ്രയോഗങ്ങൾ ചെയ്യാൻ തയ്യാറെടുത്തു. അമ്മാവൻ ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് നോക്കി വളരെ ഉച്ചത്തിൽ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അസഭ്യം പറയാൻ തുടങ്ങി. ആ റബ്ബർ തോട്ടത്തിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അമ്മാവൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. എന്നാൽ അതിനുശേഷം അവിടെ നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അമ്മാവൻ ചീത്ത വിളിക്കാൻ തുടങ്ങിയതും ആ റബ്ബർ തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി വളരെ ഭയാനകമായ ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒന്നിലധികം സ്ത്രീകൾ ഒരേ സമയം ഉറക്കെ കരയുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ. ചിലപ്പോൾ അത് കരച്ചിലായും മറ്റു ചിലപ്പോൾ വലിയ അലർച്ചയായും മാറി. അതോടൊപ്പം തന്നെ വലിയൊരു കാറ്റ് അവിടെ വീശാൻ തുടങ്ങി. റബ്ബർ മരങ്ങൾ തമ്മിൽ ശക്തിയായി കൂട്ടിയിടിക്കുന്ന ശബ്ദവും ഉണങ്ങിയ കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദവും കേട്ട് അമ്മായി ബോധം കെട്ട് വീഴാറായ അവസ്ഥയിലായി. അമ്മായിയെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മാവൻ ആ അലർച്ചകൾക്ക് മറുപടിയായി വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ചീത്ത വിളിച്ചുകൊണ്ട് തോട്ടത്തിന് പുറത്തേക്ക് നടക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ ചൂടിനും പിന്നിലായി ആ കാൽപ്പെരുമാറ്റവും അവരെ പിന്തുടർന്നു. ഇപ്പോൾ അത് ഒരാളുടെ കാൽപ്പെരുമാറ്റം മാത്രമായിരുന്നില്ല, പലരും ചേർന്ന് അവരെ വളയുന്നത് പോലെയാണ് തോന്നിയത്. ഇനി ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അമ്മാവൻ ഉടനെ തന്നെ മുത്തശ്ശൻ പറഞ്ഞ രണ്ടാമത്തെ വഴി പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അമ്മാവൻ പെട്ടെന്ന് തന്നെ നിലത്ത മണ്ണിലേക്ക് മൂത്രമൊഴിക്കുകയും ആ നനഞ്ഞ മണ്ണ് വാരി ശബ്ദങ്ങൾ കേൾക്കുന്ന ദിശകളിലേക്കെല്ലാം ശക്തിയായി എറിയുകയും ചെയ്തു. ഈ പ്രയോഗം ചെയ്തതോടെ ആ ഭയാനകമായ ശബ്ദങ്ങൾക്ക് ചെറിയൊരു ശമനം വന്നതുപോലെ തോന്നി. ആ സ്ത്രീകളുടെ കരച്ചിലും കാറ്റും പെട്ടെന്ന് നിന്നു. ആ ശാന്തമായ സമയം നോക്കി അമ്മാവൻ അമ്മായിയെ വലിച്ച് പരമാവധി വേഗത്തിൽ ആ റബ്ബർ തോട്ടത്തിൽ ഓടി. ഒരുവിധം തോട്ടത്തിൻ്റെ അതിർത്തി കടന്ന് മെയിൻ റോഡിലെത്തിയപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. അവിടെ എത്തിയപ്പോൾ തോട്ടത്തിനുള്ളിലെ ആ തണുപ്പും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷവും ഒന്നുമില്ലായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മായിക്ക് കടുത്ത പനി തുടങ്ങി. ദിവസങ്ങളോളം അമ്മായി കിടപ്പിലായി. അമ്മാവനും ആ സംഭവത്തിന് ശേഷം വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ അമ്മാവൻ ആ റബ്ബർ തോട്ടത്തിലെ പണി ഉപേക്ഷിച്ചു. പിന്നീട് ഒരിക്കലും അമ്മാവൻ ആ തോട്ടത്തിലേക്ക് കയറിയിട്ടില്ല.
ഈ വിവരങ്ങൾ നാട്ടുകാരായ ചിലരോട് പറഞ്ഞപ്പോൾ അവർ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഗർഭിണിയാകാൻ കഴിയാതെ മരിച്ച ഏതോ സ്ത്രീയുടെ ആത്മാവ് അമ്മായിയെ ആക്രമിക്കാൻ ശ്രമിച്ചതാണെന്ന് ചിലർ ഉറപ്പിച്ച് പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ആ റബ്ബർ തോട്ടത്തിന് തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ദേവതയുടെ സഞ്ചാര സമയമായിരുന്നു അതെന്നും ആ സമയത്ത് ആ വഴിയിലൂടെ പോയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അനുഭവപ്പെട്ടത് എന്നുമാണ്. ദേവതയോടൊപ്പം സഞ്ചരിക്കുന്ന ദുർഭൂതങ്ങൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാകാമെന്നും അവർ പറഞ്ഞു. ഇതിൽ ഏതാണ് സത്യമെന്ന് ആർക്കും അറിയില്ല. എന്തു തന്നെയായാലും ആ സംഭവത്തിന് ശേഷം അമ്മാവനും അമ്മായിക്കും ആ വീട്ടിൽ താമസിക്കാൻ ഒട്ടും ധൈര്യമുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കണമല്ലോ എന്ന് കരുതി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ആ വീടും നാടും ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. പിന്നീട് അവർക്ക് നല്ലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഈ കഥകൾ മുഴുവൻ തന്നെ അമ്മാവനിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കേട്ടുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരൻ വളർന്നത്. അതുകൊണ്ടാണ് അവര് ഇത്തരം അമാനുഷിക ശക്തികളിലും ആ സ്ഥലത്തും ഇത്രത്തോളം വലിയൊരു ഭയമുണ്ടായത്. അന്ന് രാത്രി നമ്മൾ ആ റബ്ബർ തോട്ടത്തിനടുത്തുള്ള ഇടവഴിയിലൂടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കും ഇതുപോലെയുള്ള ഭയാനകമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായേനെയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ കഥ അവസാനിപ്പിച്ചത്. അവൻ ആ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ ദേഹമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും രാത്രി സമയത്ത് ഞാനും ആ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ ആതിര. കഴിഞ്ഞ 5 വർഷമായി നഗരത്തിലെ ഏറ്റവും വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ശാസ്ത്രത്തിലാണ്. മെഡിക്കൽ സയൻസിൻ്റെ പുസ്തകത്താളുകളിൽ പഠിച്ച അനാട്ടമിയും ഫിസിയോളജിയും ഫാർമോളജിയുമാണ് എൻ്റെ ലോകത്തെ നയിക്കുന്ന സത്യങ്ങൾ. ഒരു മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചാൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആ ജീവൻ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷത്തിലും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കൈകളിലെ നൈപുണ്യത്തിലും ആധുനിക വൈദ്യശാസ്ത്രത്തിലുമാണ്. അമാനുഷിക ശക്തികളിലോ മരണാനന്തര ജീവിതത്തിലോ പ്രേതങ്ങളിലോ ഒന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. യുക്തിക്ക് നിരക്കാത്ത എന്തിനേയും ചിരിച്ചു തള്ളുന്ന തികച്ചും പ്രാക്ടിക്കലായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മരണത്തിൻ്റെ തണുപ്പ് പലവട്ടം എൻ്റെ കൈകളിൽ സ്പർശിച്ചിട്ടുണ്ട്. അവസാന ശ്വാസം നിലയ്ക്കുന്ന മനുഷ്യരുടെ കണ്ണുകളിലെ ശൂന്യത ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജീവൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രക്രിയ മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ജൂലൈ മാസത്തിലെ കനത്ത മഴയുള്ള ഒരു രാത്രി എൻ്റെ ഈ ഉറച്ച വിശ്വാസങ്ങളെ ആകെ അടിമുടി മാറ്റിയെഴുതാൻ പോകുന്നതായിരുന്നു. എൻ്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറം ചിലത് ഈ ലോകത്തുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആ രാത്രിയുടെ ഓർമ്മകൾ ഇന്നും എൻ്റെ ഉറക്കം കെടുത്താറുണ്ട്. ജൂലൈ മാസത്തിലെ ആ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പകൽ മുഴുവൻ പെയ്ത കനത്ത മഴ രാത്രിയായപ്പോഴേക്കും ഒരു പേമാരിയായി മാറിയിരുന്നു. ആശുപത്രിയുടെ വലിയ ജനാലച്ചില്ലുകളിൽ മഴത്തുള്ളികൾ ശക്തിയായി വന്നിടിക്കുന്ന ശബ്ദം ICUവിൻ്റെ ശാന്തതയെ ഇടയ്ക്കിടെ ഭഞ്ജിച്ചുകൊണ്ടിരുന്നു. ആകാശത്ത് തുടർച്ചയായി മിന്നലുകൾ പിണയുകയും കെട്ടിടങ്ങളെ മുഴുവൻ വിറപ്പിക്കുന്ന രീതിയിൽ ഇടിമുഴങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ICUവിലെ നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും ശാരീരികമായും മാനസികമായും വല്ലാത്തൊരു തളർച്ച നൽകുന്ന ഒന്നാണ്. ചുറ്റും കിടക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ, അവരുടെ ജീവൻ നിലനിർത്തുന്ന മോണിറ്ററുകളിൽ നിന്നും വരുന്ന കൃത്യമായ താളത്തിലുള്ള ബീപ്പ് ശബ്ദങ്ങൾ, മരുന്നുകൾ കയറുന്ന ഇൻഫ്യൂഷൻ പമ്പുകളുടെ അനക്കം, വെന്റിലേറ്ററുകളുടെ ശ്വാസോച്ഛ്വാസ ശബ്ദം, ഇതെല്ലാം ചേർന്ന് വല്ലാത്തൊരു യാന്ത്രികമായ അന്തരീക്ഷമാണ് അവർ സൃഷ്ടിക്കുന്നത്. പുലർച്ചെയാകുമ്പോഴേക്കും ഉറക്കച്ചടവ് വല്ലാതെ ബാധിച്ചു തുടങ്ങും. കോഫിയുടെ കയ്പിൽ ആ തളർച്ചയെ മറികടക്കാൻ ഞങ്ങൾ നേഴ്സുമാർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആശുപത്രിയുടെ തനതായ ഗന്ധം അന്ന് ICUവിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡെറ്റോളിൻ്റെ രൂക്ഷഗന്ധവും മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്പിരിറ്റിൻ്റെ മണവും പലതരം മരുന്നുകളുടെ ഗന്ധവും AC പ്രവർത്തിക്കുന്ന ആ അടഞ്ഞ മുറിയിൽ ഒരു പ്രത്യേകതരം ശ്വാസം മുട്ടൽ ഉണ്ടാക്കിയിരുന്നു. പുറത്തെ തണുപ്പും ICUവിലെ തണുപ്പും കൂടിച്ചേർന്ന് വല്ലാത്തൊരു മരവിപ്പ് ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആശുപത്രിക്ക് പ്രധാനമായും 2 ബ്ലോക്കുകളാണുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള എല്ലാം പുതിയതായി പണിത പുതിയ ബ്ലോക്കിലാണ് ICUവും പ്രധാന ഓപ്പറേഷൻ തിയേറ്ററുകളും പ്രവർത്തിക്കുന്നത്. തിളങ്ങുന്ന ടൈലുകളും LED ലൈറ്റുകളും എപ്പോഴും ആളുകളുടെ തിരക്കുകളുമുള്ള ഈ പുതിയ ബ്ലോക്ക് വളരെ സജീവമാണ്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പഴയ ബ്ലോക്ക്.
ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിതെന്ന് തോന്നിപ്പിക്കുന്ന കരിങ്കൽ ചുമരുകളും വീതിയേറിയ ഇരുണ്ട ഇടനാഴികളും വലിയ തടിവാതിലുകളുമുള്ള ആ പഴയ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ജീവനക്കാർ പോകാറുള്ളൂ. പ്രധാന ബ്ലഡ് ബാങ്കും ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും പഴയ ചില വാർഡുകളും മാത്രമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഈ 2 ബ്ലോക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീളമുള്ള ഒരു ഗ്ലാസ് കോറിഡോറാണ്. വലിയ ഗ്ലാസുകൾ വെച്ച് മറച്ച ഈ നീളൻ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ വ്യക്തമായി കാണാം. പകൽ സമയത്ത് ഈ കോറിഡോറിലൂടെയുള്ള നടത്തം മനോഹരമാണെങ്കിലും രാത്രിയിൽ, പ്രത്യേകിച്ച് മഴയുള്ള രാത്രികളിൽ, ഇതൊരു ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. പുറത്തെ ഇരുട്ടും ഗ്ലാസിൽ വീഴുന്ന മഴവെള്ളവും ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ തെളിയുന്ന മരങ്ങളുടെ നിഴലുകളും വല്ലാത്തൊരു ഭയാനകമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാറുണ്ട്. പുതിയ ബ്ലോക്കിലെ സുരക്ഷിതത്വത്തിൽ നിന്നും പഴയ ബ്ലോക്കിലെ വിജനതയിലേക്കുള്ള ഒരു പാലമാണ് ആ ഗ്ലാസ് കോറിഡോർ. ആ രാത്രിയിൽ എനിക്ക് ആ പാലം കടക്കേണ്ടി വരുമെന്നോ എൻ്റെ ശാസ്ത്രീയമായ യുക്തികൾക്ക് അവിടെ വെച്ച് ഉത്തരം മുട്ടുമെന്നോ ഞാനപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. രാത്രിയുടെ നിശബ്ദതയിലേക്കും തണുപ്പിലേക്കും ആശുപത്രി പതിയെ ഓളിയിറങ്ങുമ്പോൾ എൻ്റെ ഡ്യൂട്ടി അവസാനിക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ടായിരുന്നു. സമയം പുലർച്ചെ 2:30 കഴിഞ്ഞിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലെ ഏറ്റവും അപകടകരമായ സമയമാണിത്. മനുഷ്യ ശരീരം ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം. കയ്യിലുണ്ടായിരുന്ന ചൂടുള്ള കാപ്പി കുടിച്ചു തീർത്ത് രോഗികളുടെ ചാർട്ടുകൾ പരിശോധിക്കാൻ തുടങ്ങുമ്പോഴാണ് എമർജൻസി റൂമിൽ നിന്നും ആ ഫോൺ കോൾ വന്നത്. ഹൈവേയിൽ നടന്ന ഒരു വലിയ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യുവാവിനെ ICUവിലേക്ക് മാറ്റുകയാണ്. അമിതമായ രക്തസ്രാവം കാരണം രോഗിയുടെ നില അതീവ ഗുരുതരമാണ്. എത്രയും പെട്ടെന്ന് O നെഗറ്റീവ് രക്തം ആവശ്യമുണ്ട്. രക്തസമ്മർദ്ദം അപകടകരമാം വിധം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജീവൻ നിലനിർത്തണമെങ്കിൽ അടിയന്തരമായി രക്തം നൽകിയേ തീരൂ. പെട്ടെന്ന് ICUവിൻ്റെ അന്തരീക്ഷം മാറി മറിഞ്ഞു. ഉറക്കച്ചടവുകൾ മാറി. എല്ലാവരും കർമ്മനിരതരായി. രോഗിയെ കടത്താനുള്ള ബെഡ് തയ്യാറാക്കുന്നതിനിടയിലാണ് പുതിയ ബ്ലോക്കിലെ ചെറിയ ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ O നെഗറ്റീവ് രക്തം അവിടെ സ്റ്റോക്കില്ലെന്ന വിവരം അറിയുന്നത്. അപൂർവമായ ഗ്രൂപ്പായതിനാൽ അത് പഴയ ബ്ലോക്കിലെ പ്രധാന ബ്ലഡ് ബാങ്കിൽ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. സമയം കളയാനില്ല. ഓരോ സെക്കൻഡും ആ രോഗിയുടെ ജീവൻ്റെ വിലയുണ്ട്. കൂടെയുള്ള മറ്റ് നഴ്സുമാർ രോഗിയെ അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലായതിനാൽ പഴയ ബ്ലോക്കിൽ പോയി രക്തം കൊണ്ടുവരാനുള്ള ചുമതല എൻ്റെ തലയിലായി. ഒരു നിമിഷം പോലും വൈകാതെ ആവശ്യമായ രേഖകളും ബ്ലഡ് ബോക്സും എടുത്ത് ഞാൻ പുതിയ ബ്ലോക്കിൽ നിന്നും പുറത്തിറങ്ങി. പുതിയ ബ്ലോക്കിലെ തിളങ്ങുന്ന ലൈറ്റുകളിൽ നിന്നും ഞാൻ ആ നീളൻ ഗ്ലാസ് കോറിഡോറിലേക്ക് കാലെടുത്ത് വെച്ചു. പുറത്തപ്പോഴും മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. കാറ്റിൻ്റെ ശക്തിയിൽ മഴത്തുള്ളികൾ ഗ്ലാസുകളിൽ വന്ന് പതിക്കുന്ന ശബ്ദം ഭയപ്പെടുത്തുന്ന തരത്തിൽ ഉച്ചത്തിലായിരുന്നു. കോറിഡോറിലെ ലൈറ്റുകൾ ഇടവിട്ട് കത്തുകയും അണയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഷൂസുകൾ ടൈലിൽ പതിക്കുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ മുഴങ്ങി കേട്ടു. ഓരോ തവണ ഇടിമിന്നലുണ്ടാകുമ്പോഴും പുറത്തെ കൂറ്റൻ മരങ്ങളുടെ ഭയാനകമായ നിഴലുകൾ കോറിഡോറിലേക്ക് വീണു. ആ നിഴലുകൾക്ക് എന്തൊക്കെയോ രൂപങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നി. വല്ലാത്തൊരു തണുപ്പ് ആ കോറിഡോറിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ICUവിലെ AC-യുടെ തണുപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മഴയുടെയും കാറ്റിൻ്റെയും അസ്ഥി തുളയ്ക്കുന്ന പ്രകൃതിദത്തമായ തണുപ്പ്. എൻ്റെ യൂണിഫോമിനുള്ളിലൂടെ ആ തണുപ്പ് അരിച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു. എത്രയും വേഗം പഴയ ബ്ലോക്കിലെത്തി രക്തം വാങ്ങി തിരികെ വരിക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ മനസ്സിൽ ആ രോഗിയുടെ മുഖവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന BP മോണിറ്ററിലെ അക്കങ്ങളും മാത്രമായിരുന്നു. എങ്കിലും ആ ഗ്ലാസ് കോറിഡോറിലൂടെയുള്ള ഓട്ടത്തിനിടയിൽ എൻ്റെ പിന്നിൽ ആരോ നടക്കുന്നത് പോലെയോ എന്നെ ആരോ നിരീക്ഷിക്കുന്നത് പോലെയോ ഉള്ള ഒരു അകാരണമായ തോന്നൽ എന്നെ പിടികൂടി തുടങ്ങിയിരുന്നു. തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറയുന്നുണ്ടായിരുന്നെങ്കിലും സമയമില്ലായ്മയും എന്തിനെയാണോ ഭയക്കുന്നത് അതവിടെ ഉണ്ടാകുമോ എന്ന ആശങ്കയും എന്നെ അതിൽ നിന്നും വിലക്കി. കോറിഡോർ അവസാനിക്കുന്നത് പഴയ ബ്ലോക്കിൻ്റെ വലിയ മരവാതിലിലേക്കാണ്. ആ വാതിൽ തള്ളി തുറന്ന് ഞാൻ പഴയ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. പുതിയ കെട്ടിടത്തിലെ ഡെറ്റോൾ മണത്തിന് പകരം പഴയ പുസ്തകങ്ങളുടെയും മരത്തടികളുടെയും വർഷങ്ങളായി അടച്ചിട്ട മുറികളിൽ നിന്നുള്ള വല്ലാത്തൊരു പഴകിയ മണവുമാണ് അവിടെ അനുഭവപ്പെട്ടത്. പുതിയ ബ്ലോക്കിലെ പോലെ പ്രകാശമുള്ള ലൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. മഞ്ഞ വെളിച്ചം നൽകുന്ന ചില പഴയ ബൾബുകൾ മാത്രം അവിടെയും എവിടെയും കത്തുന്നുണ്ട്. ചുമരുകളിലെ പെയിന്റുകൾ പലയിടത്തും ഇളകി മാറിയിരുന്നു. മഴവെള്ളം മൂർന്നിറങ്ങി ചില ചുമരുകളിൽ പച്ചപ്പായൽ പിടിച്ചിട്ടുണ്ട്. തണുപ്പിൻ്റെ കാഠിന്യം അവിടെ ഒന്നുകൂടി കൂടിയതുപോലെ തോന്നി.
പഴയ കെട്ടിടമായതിനാൽ അവിടുത്തെ വഴികൾ എനിക്കത്ര സുപരിചിതമായിരുന്നില്ല. ബ്ലഡ് ബാങ്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ ഇരുണ്ട ഇടനാഴികളിലൂടെ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് ഒരു നിമിഷം എനിക്ക് സംശയം തോന്നി. സമയം കടന്നു പോകുന്നതിൻ്റെ ആശങ്ക എന്നെ വല്ലാതെ ഇലട്ടി. ഓരോ ഇടനാഴിയും കടക്കുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു. എവിടെയെങ്കിലും ഒരു വാച്ച്മാനെ അല്ലെങ്കിൽ മറ്റൊരു ജീവനക്കാരനെ കാണാൻ ഞാൻ കൊതിച്ചു. രോഗിയുടെ ജീവൻ എൻ്റെ കൈകളിലാണെന്ന യാഥാർത്ഥ്യം എന്നെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കി. ഇരുട്ടും തണുപ്പും അഭയവും നിറഞ്ഞ ആ പഴയ കെട്ടിടത്തിൻ്റെ ഇടനാഴിയിൽ ശരിയായ വഴി തേടി ഞാൻ പരിഭ്രമിച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ആ അവിശ്വസനീയമായ കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. വഴിതെറ്റിയെന്ന സംശയത്തിൽ ഇരുണ്ട ഒരു ഇടനാഴിയുടെ നടുവിൽ ഞാൻ അല്പനേരം പകച്ചു നിന്നു. മുന്നോട്ട് പോകണോ അതോ തിരികെ നടക്കണോ എന്നറിയാതെ ഞാൻ വിയർക്കാൻ തുടങ്ങി. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ നെറ്റിയിൽ വെറുപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. അപ്പോഴാണ് എൻ്റെ വലതുവശത്തുള്ള നീളൻ വരാന്തയുടെ അറ്റത്തു നിന്നും ഒരു രൂപം നടന്നു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ ആദ്യം അതൊരു അവ്യക്തമായ നിഴൽ മാത്രമായിരുന്നു. അടുക്കുന്തോറും ആ രൂപം വ്യക്തമായി വന്നു. അതൊരു മുതിർന്ന നേഴ്സായിരുന്നു. അവരുടെ വേഷം കണ്ടപ്പോൾ എനിക്ക് നേരിയൊരു അത്ഭുതം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് നേഴ്സുമാർ ധരിക്കുന്ന സ്ക്രബ് സ്യൂട്ടുകളോ ചുരിദാറുകളോ ആയിരുന്നില്ല അവരുടെ വേഷം. വളരെ പഴയ കാലത്ത് നേഴ്സുമാർ ഉപയോഗിച്ചിരുന്ന പരുക്കൻ കോട്ടൺ തുണി കൊണ്ടുള്ള വെളുത്ത സാരിയും അരയിൽ വീതിയുള്ള ഒരു ബെൽറ്റും തലയിൽ പഴയ രീതിയിലുള്ള നേഴ്സിംഗ് ക്യാപ്പുമായിരുന്നു അവർ ധരിച്ചിരുന്നത്. വസ്ത്രങ്ങൾ അതിശയകരമാം വിധം വെളുത്തതും ഇസ്തിരിയിട്ടതുമായിരുന്നു. അവരുടെ മുഖത്ത് പ്രായത്തിൻ്റെ ചുളിവുകൾ ഉണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും ശാന്തതയും ഉണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പഴയ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും സീനിയർ സിസ്റ്റർ ആയിരിക്കാമതെന്ന് എൻ്റെ യുക്തിബോധം എന്നെ വിശ്വസിപ്പിച്ചു. ഒരു ജീവനക്കാരിയെ കണ്ടതിൻ്റെ ആശ്വാസത്തിൽ എൻ്റെ ഭയമെല്ലാം മാറ്റിവെച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു ചെന്നു. അവരുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ വളരെ പരിഭ്രാന്തിയോടെ എൻ്റെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ICUവിൽ ഒരു അത്യാഹിത കേസ് വന്നിട്ടുണ്ടെന്നും അടിയന്തരമായി O നെഗറ്റീവ് രക്തം വേണമെന്നും പുതിയ ബ്ലോക്കിൽ അതില്ലാത്തതിനാൽ ഇവിടെ വന്നതാണെന്നും എന്നാൽ ബ്ലഡ് ബാങ്കിലേക്കുള്ള വഴി എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ഞാൻ വളരെ വേഗത്തിൽ അവരെ അറിയിച്ചു. എൻ്റെ പരിഭ്രമം കണ്ട് അവർ വളരെ ശാന്തമായി ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് വർഷത്തെ പരിചയസമ്പത്തും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഒരു അടിയന്തര സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മുതിർന്ന അധ്യാപികയെ പോലെ അവർ പെരുമാറി. യാതൊരു ധൃതിയുമില്ലാതെ വളരെ വ്യക്തമായി അവർ എനിക്ക് ബ്ലഡ് ബാങ്കിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ഇടനാഴിയുടെ അവസാനത്തിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന രണ്ടാമത്തെ വാതിലാണ് ബ്ലഡ് ബാങ്ക് എന്ന് അവരുടെ ആംഗ്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായി. അവരിൽ നിന്നും കിട്ടിയ ആശ്വാസത്തിൽ ഞാൻ തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ അവരുടെ വലത് കൈ എൻ്റെ ഇടതു തോളിൽ വെച്ചത്. ധൃതിപ്പെടാനും രോഗിക്ക് രക്തം അത്യാവശ്യമാണെന്നും എത്രയും വേഗം പോകണമെന്നും ഓർമ്മിപ്പിക്കുന്ന സ്നേഹം നിറഞ്ഞ ഒരു സ്പർശനമായിരുന്നു അത്. പക്ഷേ ആ സ്പർശനം എൻ്റെ ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ കടത്തിവിട്ടു. അവരുടെ കൈകൾക്ക് അസാധാരണമായ തണുപ്പുണ്ടായിരുന്നു. വെറുമൊരു മഴയത്ത് പുറത്തു നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പായിരുന്നില്ല അത്. ജീവൻ നഷ്ടപ്പെട്ട ഒരു ശരീരത്തിൻ്റെ ദിവസങ്ങളോളം മോർച്ചറിയിലെ ഫ്രീസറിൽ വെച്ച ഒരു മൃതദേഹത്തിൻ്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന അതേ മരവിപ്പിക്കുന്ന തണുപ്പ്. എൻ്റെ യൂണിഫോമിൻ്റെ കട്ടി കൂടിയ തുണിയെയും ഭേദിച്ച് ആ തണുപ്പ് എൻ്റെ തോളിലെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു നിമിഷം എൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി. അവർ അപ്പോഴും അതേ ശാന്തമായ ചിരിയോടെ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ രൂപത്തിലോ ഭാവത്തിലോ ഭയപ്പെടുത്തുന്ന യാതൊന്നുമില്ലായിരുന്നിട്ടും ആ തണുപ്പ് എൻ്റെ ശാസ്ത്രീയമായ യുക്തികളെ ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നു. ഒരു ജീവനുള്ള മനുഷ്യൻ്റെ ശരീരത്തിന് ഇത്രയും തണുപ്പ് എങ്ങനെ ഉണ്ടാകും? എൻ്റെ തലച്ചോർ ഉത്തരങ്ങൾക്കായി പരതി. ഒന്നെങ്കിൽ അവർക്ക് ഹൈപ്പോതെർമിയ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ AC റൂമിൽ ഇരുന്നതിൻ്റെ തണുപ്പാകാമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കൂടുതൽ ചിന്തിക്കാൻ അപ്പോൾ എനിക്ക് സമയമില്ലായിരുന്നു. എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം രോഗിയുടെ ജീവനാണ്. ആ തണുപ്പിൻ്റെ അസ്വസ്ഥതയെ അവിടെ ഉപേക്ഷിച്ച് അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ സർവ്വശക്തിയും എടുത്തോടി. ബ്ലഡ് ബാങ്കിലെത്തി രക്തം വാങ്ങി തിരികെ അതേ വഴിയിലൂടെ ഓടുമ്പോൾ ആ ഇടനാഴി പൂർണ്ണമായും വിജനമായിരുന്നു. ആ പഴയ സിസ്റ്റർ എങ്ങോട്ടോ മറിഞ്ഞിരുന്നു. തിരികെ പുതിയ ബ്ലോക്കിലെ ICUവിൽ എത്തുമ്പോഴേക്കും ഞാൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. രക്തം കൃത്യസമയത്ത് നൽകിയതോടെ രോഗിയുടെ നില പതുക്കെ മെച്ചപ്പെട്ടു തുടങ്ങി.
മോണിറ്ററിലെ അക്കങ്ങൾ സാധാരണ നിലയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. എങ്കിലും തോളിൽ ആ തണുത്ത സ്പർശനം ഇപ്പോഴും മായാതെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. രക്തം നൽകിയതോടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിൽ ICUവിലെ പിരിമുറുക്കം പതിയെ അയഞ്ഞു. ഡോക്ടർമാരും മറ്റ് നഴ്സുമാരും ആശ്വാസത്തിന് നെടുവീർപ്പെട്ടു. പുറത്ത് മഴയുടെ ശക്തി അല്പം കുറഞ്ഞിരുന്നു. പുലർച്ചെ 5:30 മഴ പൂർണ്ണമായും മാറി. ജനാലയിലൂടെ പ്രഭാതത്തിൻ്റെ മങ്ങിയ വെളിച്ചം ICUവിലേക്ക് കടന്നു വന്നു തുടങ്ങിയിരുന്നു. ഡ്യൂട്ടി തീരാറായതിൻ്റെയും വലിയൊരു അപകടത്തിൽ നിന്ന് ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെയും സമ്മിശ്രമായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. എങ്കിലും ഇടയ്ക്കിടെ എൻ്റെ കൈ അറിയാതെ ഇടതു തോളിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ആ ഐസ് പോലെയുള്ള തണുപ്പ് എൻ്റെ ഓർമ്മകളിൽ നിന്നും മായുന്നില്ല. രാവിലെ 7:30 ഡ്യൂട്ടി മാറുന്ന സമയമായി. പകൽ ഡ്യൂട്ടിക്കുള്ള സ്റ്റാഫുകൾ എത്തിത്തുടങ്ങി. നൈറ്റ് ഷിഫ്റ്റിലെ റിപ്പോർട്ടുകൾ ഹെഡ് നേഴ്സിനെ ഏൽപ്പിക്കുന്ന സമയത്ത് രാത്രി നടന്ന ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. രാത്രിയിലെ ആ അത്യാഹിത സാഹചര്യത്തിൽ എന്നെ സഹായിച്ച ആ പഴയ സിസ്റ്ററെക്കുറിച്ച് പറയണമെന്നും അവർ കാരണം മാത്രമാണ് കൃത്യസമയത്ത് ബ്ലഡ് ബാങ്ക് കണ്ടെത്താനും രക്തം കൊണ്ടുവരാനും കഴിഞ്ഞതെന്നും ഞാൻ ഹെഡ് നേഴ്സിനോട് വിശദീകരിച്ചു. അവർക്കൊരു നന്ദി പറയണമെന്നും പഴയ ബ്ലോക്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ സീനിയർ സിസ്റ്റർ ആരാണെന്ന് അറിയണമെന്നും ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ചോദിച്ചത്. അവരുടെ പഴയകാല വേഷത്തെക്കുറിച്ചും ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. എൻ്റെ വാക്കുകൾ കേട്ട് ഹെഡ് നേഴ്സിൻ്റെ മുഖത്തെ ഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ മുഖത്ത് ചിരി മായുകയും കണ്ണുകളിൽ ഒരുതരം അവിശ്വസനീയതയും ഭയവും നിറയുകയും ചെയ്തു. അവർ ചുറ്റും നോക്കിയ ശേഷം ശബ്ദം താഴ്ത്തി എന്നോട് ആ സത്യം പറഞ്ഞു. പഴയ ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഭാഗം കഴിഞ്ഞ ഒരാഴ്ചയായി അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണെന്നും രാത്രി സമയത്ത് അവിടെ ഒരു ജീവനക്കാർക്കും ഡ്യൂട്ടി നൽകിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ അനുഭവം വീണ്ടും ആവർത്തിച്ചു. ഞാൻ അവരെ കണ്ടുവെന്നും അവരെനിക്ക് വഴികാട്ടി തന്നുവെന്നും അവരുടെ തണുത്ത കൈകൾ എന്നെ സ്പർശിച്ചുവെന്നും ഞാൻ തറപ്പിച്ച് പറഞ്ഞു. എൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് ഹെഡ് നേഴ്സ് എന്നെയും കൂട്ടി നേഴ്സിംഗ് സ്റ്റേഷൻ്റെ ഒരു മൂലയിലേക്ക് നടന്നു. അവിടെ ചുമരിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ആശുപത്രിയിലെ നേഴ്സുമാരുടെ പഴയ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അതിൽ ഞാൻ കണ്ട ആൾ ഉണ്ടോ എന്ന് നോക്കാൻ അവരെന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ ഫോട്ടോയിലെ മുഖങ്ങളിലൂടെ കണ്ണോടിച്ചു. പെട്ടെന്ന് എൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും നിലയ്ക്കുന്നത് പോലെ തോന്നി. ആ ഫോട്ടോയുടെ മധ്യത്തിലായി അതേ വെളുത്ത സാരിയും അരയിലെ ബെൽറ്റും തലയിലെ നേഴ്സിംഗ് ക്യാപ്പും ധരിച്ച് ചുളിവ് വീണ മുഖത്ത് വാത്സല്യം നിറഞ്ഞ അതേ ചിരിയോടെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ രാത്രി കണ്ട അതേ സിസ്റ്റർ. എൻ്റെ വിരലുകൾ വിറയലോടെ ആ മുഖത്തേക്ക് ചൂണ്ടി. ഹെഡ് നേഴ്സ് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം വളരെ ഭയത്തോടെ ആ കഥ എന്നോട് പറഞ്ഞു. അത് സിസ്റ്റർ മേരിക്കുട്ടിയായിരുന്നു, ഈ ആശുപത്രിയിലെ ഏറ്റവും സമർപ്പിതയായ നേഴ്സ്. 15 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ പേമാരി പെയ്യുന്ന ഒരു ജൂലൈ രാത്രിയിൽ ICUവിൽ അത്യാസന്ന നിലയിലായ ഒരു രോഗിക്ക് രക്തമെടുക്കാൻ ബ്ലഡ് ബാങ്കിലേക്ക് ഓടുന്നതിനിടയിൽ കൃത്യം ഞാൻ അവരെ കണ്ട അതേ ഇടനാഴിയിൽ വെച്ച് അവർക്ക് കടുത്ത ഹൃദയാഘാതം സംഭവിച്ചു. രക്തം രോഗിയിലെത്തിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടത്തോടെ ആ കോറിഡോറിൻ്റെ തണുത്ത തറയിലാണ് അവർ മരിച്ചു വീണത്. അവരുടെ ആത്മാവ് അവിടുത്തെ ഡ്യൂട്ടി ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ആ വഴി പോകുന്നവരെ അവർ സഹായിക്കാറുണ്ടെന്നും പഴയ ജീവനക്കാർക്കിടയിലൊരു വിശ്വാസമുണ്ട്. ഹെഡ് നേഴ്സ് ഇത് പറയുമ്പോൾ എൻ്റെ തലച്ചോറ് മരവിച്ചു തുടങ്ങിയിരുന്നു. ശാസ്ത്രവും എൻ്റെ അറിവുകളും അവിടെ പരാജയപ്പെടുകയായിരുന്നു. ഞാൻ കണ്ടത് ഒരു ജീവനുള്ള ശരീരമായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിനെയായിരുന്നുവെന്ന സത്യം ഉൾക്കൊള്ളാൻ എൻ്റെ യുക്തിബോധം വിസമ്മതിച്ചു. ഫോട്ടോയിലെ സിസ്റ്റർ മേരിക്കുട്ടിയുടെ ശാന്തമായ ചിരി എന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. എൻ്റെ ഇടത് തോളിൽ അവർ സ്പർശിച്ച അതേ ഭാഗത്ത് വീണ്ടും ആ അസഹനീയമായ തണുപ്പ് അരിച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു. ചുറ്റുമുള്ള ലോകം ഇരുളുന്നത് പോലെ, ഒരു പ്രതിമയെ പോലെ ഞാൻ അവിടെ തന്നെ നിശ്ചലയായി നിന്നുപോയി.